ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്ത് പരാജയപ്പെട്ടാൽ ആ കാര്യം നമ്മൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മളും പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടി മിക്ക ആളുകളിലും ഉണ്ടാവാറുണ്ട്. ആ പേടിയോടുകൂടി ആ കാര്യം ചെയ്ത പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ആ കാര്യം ചെയ്യുകയാണെങ്കിൽ 100% നമ്മൾ വിജയിക്കുകയും ചെയ്യും. അത്തരത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലക്ഷദ്വീപിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് സ്കൂബ ചെയ്യണമെന്ന്. അപ്പൊ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് സ്കൂബയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, വെള്ളത്തിലേക്ക് അടിയിലേക്ക് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽസ് ഒന്നും ലക്ഷദ്വീപ് കാണാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ സ്കൂബ ചെയ്യണ്ട. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ നിരാശയൊക്കെ ഉണ്ടായി. പക്ഷെ അകത്തിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണെന്ന് ബോധ്യപ്പെട്ടത്. കാരണം അവിടെ ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ടത്ര ഫെസിലിറ്റികളൊന്നും തന്നെ ഇല്ല. ഡോക്ടർമാരുടെ എണ്ണവും വളരെ കുറവാണെന്നാണ് മനസ്സിലായത്. എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ ഹെലികോപ്റ്ററിൽ ഇവിടുന്ന് കോഴിക്കോടേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ കൊണ്ടുപോകുകയാണെന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. കൂടെ വന്നവരിൽ ഭൂരിപക്ഷം പേര് സ്കൂബിയൊക്കെ ചെയ്തു. അവർക്കെല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ആയി. പിറ്റേ ദിവസം എല്ലാവരും സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനും അവരുടെ കൂടെ ബോട്ടിൽ കയറിയിരുന്നു. കടലിന്റെ കുറച്ച് അകത്തേക്ക് കയറിയിട്ടാണ് സ്നോർക്കലിംഗ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സ്നോർക്കലിംഗ്, എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ എത്തി നോക്കിയ സമയത്താണ് നമുക്കൊരു കണ്ണട തരും. ആ കണ്ണട എന്ന സമയത്ത് നമ്മുടെ മൂക്ക് കൂടെ ബ്ലോക്ക് ആവും. പിന്നെ നമ്മൾ വായ വഴിയാണ് ശ്വാസമൊക്കെ എടുക്കേണ്ടത്. അപ്പം വായയിലൂടെ നല്ല രീതിയിൽ ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് നന്നായിട്ട് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പൈപ്പ് ഉണ്ടാവും, അതിന് അറ്റത്ത് ഒരു ക്ലിപ്പ് ഉണ്ടാവും. അത് കടിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് തല താഴ്ത്തി നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് സുഖമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും, അതുകൊണ്ട് മുങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് മാത്രമല്ല, ഇവര് നമ്മളെ ആ സ്റ്റെപ്പ് ഇറക്കി നിർത്തിയിട്ട് കുറച്ചു നേരം പിടിച്ചു നിർത്തും. അപ്പോൾ അങ്ങനെ കടലുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് നമ്മൾ ഓക്കെ ആവുന്ന സമയത്താണ് ഇവർ നമ്മളെ കൊണ്ടുപോകുക. പിന്നെ നമുക്ക് നീന്താൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അപ്പം എൻ്റെ കൂടെ വന്ന കുറേ പേരൊക്കെ സ്നോർക്കലിംഗ് ചെയ്തു, പക്ഷേ കുറച്ച് പേർക്ക് പറ്റാതെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ കൂടായ സമയത്ത് സ്നോർക്കലിംഗ് ചെയ്യുന്ന ആളുകളോട് ഞാൻ എന്നെ കുറിച്ചിട്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തു, എൻ്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ചേട്ടാ നമുക്കൊന്ന് കടലിൽ ഇറങ്ങി നിന്ന് നോക്കാം, പറ്റുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ തിരിച്ച് കയറാമെന്ന് പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഗ്രഹിച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരോട് പറയുന്ന സമയത്ത് അവരിത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവർ നേരെ മറിച്ചിട്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കടലിൽ ഇറങ്ങി നിന്ന് കുറച്ചു നേരം കടലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയി സെറ്റായ ശേഷം പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ സാധാരണ എല്ലാവരുടെ കൂടെ ഒരാളാണ് പോവുക, പക്ഷെ ഇവര് എൻ്റെ കൂടെ 2 പേര് വന്നു. അതെനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് കടലിന്റെ അടിയിൽ നോക്കുന്ന സമയത്ത് നല്ല വെയിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അടിവരെ കാണാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ ഒരു വെള്ളവും നീല കളറൊക്കെയാണ്. അപ്പൊ അടിയിലേക്ക് നോക്കുന്ന സമയത്ത് പവിഴക്കുട്ടികളുടെ വലിയൊരു ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിലേക്കൊക്കെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള മീനുകള്, ആമകളുടെ കുറെ കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലുണ്ടായിരുന്നു. പിന്നെ കടൽ വെള്ളരി എന്ന് പറയുന്ന അതൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ആ ഒരു അനുഭവം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും TV-യിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് നേരിട്ട് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ബോട്ടിലേക്ക് വന്നു. ഇവരുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിത് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അവരോട് ഒത്തിരി സ്നേഹവും നന്ദിയുണ്ട്. ബോട്ടിലിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ മുന്നിൽ എന്നെക്കാളും ആരോഗ്യമുള്ള പലരും പരാജയപ്പെട്ടപ്പോൾ ഞാനും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ എനിക്ക് ഈ കാഴ്ചകളും ഈ അനുഭവങ്ങളൊക്കെ അന്യമായനല്ലേ. അതുകൊണ്ട് മുന്നിലുള്ള ആളുകളുടെ പരാജയമോ വിജയമോ അല്ല നമ്മുടെ തീരുമാനങ്ങളെ നിശ്ചയിക്കേണ്ടത്. ലക്ഷദ്വീപിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.